ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് എന്തെങ്കിലും പറയണം തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയാമെന്ന് വിചാരിച്ചത്. അപ്പൊ ഇതിൽ ആരെയാണോ പറയുന്നത് ആ പറയുന്ന വ്യക്തികളെ അനുകൂലിച്ചുകൊണ്ട് ഭയങ്കര സംഭവം അങ്ങനെയല്ല ഞാൻ പറയാൻ വരുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ്, ആ ഒരു സംഭവത്തിനെ കുറിച്ചാണ്. അതായത് സമൂഹത്തിൽ വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു ഫംഗ്ഷന് ആധികാരികമായി ക്ഷണിച്ചിട്ടാണ് ആ വ്യക്തികൾ ആ ഫംഗ്ഷന് വരുന്നത്. ഒരിക്കലും അതും അത്രയും ഫേമസ് ആയ ഒരാളുടെ ഒരു ഫംഗ്ഷന് വേണ്ടി ക്ഷണിക്കാതെ സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തികൾ വരില്ല, ഒരിക്കലും വരില്ല. അത് അദ്ദേഹം ആ സ്റ്റേറ്റ്മെന്റിൽ പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് തിങ്ക് ചെയ്യാവുന്നേ ഉള്ളൂ എന്തൊരു അസംബന്ധമാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ക്ഷണിച്ചു, അവരതിന് വന്നു. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ആ ഫംഗ്ഷന് പങ്കെടുത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ നിന്നും അല്ലെങ്കിൽ എന്താ പറയാ മൊത്തത്തിൽ അദ്ദേഹത്തിന് ഒരു കുറച്ച് ഹാരാസ്മെന്റ് അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വന്നു. അപ്പൊ പിന്നെ മുന്നോട്ട് അത് തന്റെ ജീവിതത്തിലൊരു മോശം പേരായാലോ എന്ന് പേടിച്ചിട്ട് അദ്ദേഹം വന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ രണ്ട് വ്യക്തികൾ, ഞാൻ പറയുന്ന വ്യക്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് അറിയപ്പെടുന്ന ലെസ്ബിയൻ കപ്പിളായ ആദില നൂറ. അപ്പൊ അവരാണ് ഈ ഫംഗ്ഷൻ വന്നത്. അപ്പോൾ അവർ എൻ്റെ ക്ഷണപ്രകാരം അല്ല വന്നത്. സമൂഹത്തിന് മോശം ഒരു സന്ദേശം കൊടുക്കുന്ന ഈ രണ്ട് വ്യക്തികൾ എൻ്റെ ക്ഷണപ്രകാരമല്ല ഞാൻ സംഘടിപ്പിച്ച ആ ഒരു ഫംഗ്ഷന് വന്നത്. എടോ മനുഷ്യ, നിങ്ങൾ എത്രമാത്രം താഴെ താന്നു പോയി. അവരെങ്ങനെയുള്ളവരോ ആവട്ടെ, നിങ്ങൾ ക്ഷണിച്ചിട്ട് തന്നെ ആണ് അവരവിടെ വന്നത്. പക്ഷെ അതിനുശേഷം അവരവിടെ വന്നതിന് ശേഷം സമൂഹത്തിനെയും മറ്റുള്ളവരെയും ഭയന്നിട്ട് താങ്കൾ പെട്ടെന്ന് ഈ ഒരു കാര്യം അത് മാറ്റി പറയുമ്പോൾ ആ ഓപ്പോസിറ്റുള്ള ആ ഒരു വ്യക്തികൾ ഇത് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ, അവർ മനുഷ്യരാണെന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കണം. അവര് ലെസ്ബിയൻ കപ്പിൾ അതിന് എത്ര ദോഷം അല്ലെങ്കിൽ എത്ര മോശം കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ മനുഷ്യരാണ്. നിങ്ങൾ വിളിക്കുന്നതിന് മുന്നേ അറിയാം, നിങ്ങൾ ക്ഷണിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് അറിയാം അവരെങ്ങനെ ഉള്ളവരാണ്. അപ്പോൾ വിളിച്ചു വരുത്തി അതിനുശേഷം അപമാനിക്കുക എന്ന് പറയുന്നത് വളരെ 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 മോശമായിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ എനിക്ക് അതെന്തായാലും എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നി. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഓക്കെ, അവർക്ക് വേണ്ടിയിട്ട് കുറെ വിളിക്കാനുള്ള ആ കുട്ടികൾ ചെയ്യുന്ന കാര്യം എന്തായാലും സമൂഹം അംഗീകരിച്ചു, കോടതി അംഗീകരിച്ചു, വീട്ടുകാരെ അംഗീകരിച്ചോ ഇല്ലയോ അത് നമ്മൾ കാണേണ്ട വിഷയമല്ല. എതിർക്കണം എന്നുള്ളവരാണെങ്കിൽ ഒരിക്കലും അവരെ അംഗീകരിക്കരുത്. ഇത് കുറെ പേര് അംഗീകരിച്ചു, കുറെ പേര് അംഗീകരിക്കണില്ല, അതിൽ കാര്യമില്ലല്ലോ. ഹാഫായിട്ട് കാര്യമില്ല. അവർ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്, അവർക്ക് ജോലിയുണ്ട്, അവരാരും ബുദ്ധിമുട്ടിക്കുന്നില്ല, അവർ വേറൊരു തരത്തിലൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല. സോ അവര് മനുഷ്യന്മാരാണ്. ആ മനുഷ്യരെ മര്യാദയ്ക്ക് അവരൊരു സൈഡിൽ ഒതുങ്ങി കഴിഞ്ഞു പോകുന്ന മനുഷ്യരെ വിളിച്ചു വരുത്തി അപമാനിക്കുക എന്നുള്ളത് ആയിട്ടുള്ള കാര്യം. ഇതെനിക്ക് എന്തെങ്കിലും പറയണമെന്ന് തോന്നുന്നു. ഇനിയെങ്കിലും എന്തോ ഒരു കാര്യം പറയും, സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത്.